അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 19 ശനിയാഴ്ച. കൊല്ലം തേവലക്കരയിലെ സ്കൂളിൽ വെച്ച് വൈദ്യുതാഘാതമേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ പൊതുദർശനത്തിനായി മിഥുന്റെ മൃതദേഹം എത്തിച്ചപ്പോഴാണ് ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. പ്രിയ കൂട്ടുകാരുടെയും അധ്യാപകരുടെയും അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങിയ മിഥുന്റെ മൃതദേഹം തേവലക്കര സ്കൂളിൽ നിന്ന് വിളന്തറയിലെ വീട്ടിലെത്തിച്ചു. ഇന്ന് വൈകിട്ട് വീട്ടുവളപ്പിൽ വെച്ചാണ് മിഥുന്റെ സംസ്കാരം. ഇതിനിടെ വിദേശത്തായിരുന്ന മിഥുന്റെ അമ്മ സുജ വീട്ടിലെത്തി. കുവൈറ്റിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനത്തിൽ ഇന്ന് രാവിലെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ സുജ ഉച്ചയോടെയാണ് വീട്ടിലെത്തിയത്. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജർക്ക് നോട്ടീസ്. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കാനിടയായതിൽ വിശദീകരണം നൽകണമെന്നാണ് സർക്കാർ നൽകിയ നോട്ടീസിൽ വ്യക്തമാക്കുന്നത്. മറുപടി തൃപ്തികരമല്ലെങ്കിൽ നടപടിയുണ്ടാകുമെന്നും നോട്ടീസിലുണ്ട്. അതേസമയം മിഥുന്റെ മരണത്തിന് ഇടയാക്കിയ വൈദ്യുതി ലൈൻ KSEB ഇന്ന് മാറ്റും. ഇന്നലെ ബാലാവകാശ കമ്മീഷൻ ചെയർമാന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലാണ് വൈദ്യുതി ലൈൻ മാറ്റാൻ ധാരണയായത്. കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അങ്ങേയറ്റം കുറ്റബോധമുണ്ടെന്ന് സ്കൂൾ മാനേജർ മുരളീധരൻ പിള്ള. വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ നോട്ടീസിന് മറുപടി നൽകുമെന്നും ഏതു നടപടിയും നേരിടാൻ ഒരുക്കമാണെന്നും സ്കൂൾ മാനേജർ പറഞ്ഞു. കൊല്ലം തേവലക്കര സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ അച്ചമ്മ മണിയമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റി. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. കേരളം രാഷ്ട്രീയ ഭ്രാന്താലയമായി മാറിയെന്നും ഇതിന്റെ പ്രശ്നങ്ങൾ അക്കാദമിക് മേഖലയിലുണ്ടെന്നും കാലിക്കറ്റ് സർവകലാശാല VC ഡോക്ടർ P. രവീന്ദ്രൻ. സെനറ്റ് യോഗം ചിലർ അലങ്കോലപ്പെടുത്തിയെന്നും ഈ നിലയിൽ മുന്നോട്ടു പോകുന്നത് സർവകലാശാലയുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. താൻ ISM പരിപാടിക്കും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ പരിപാടിക്കും പോയിട്ടുണ്ട്. സേവാഭാരതി ഒരു നിരോധിത സംഘടനയല്ലെന്നും VC എന്ന നിലയിൽ എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുക എന്നതാണ് സ്വന്തം രീതിയെന്നും കാലിക്കറ്റ് VC ഡോക്ടർ P. രവീന്ദ്രൻ പറഞ്ഞു. കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണറെ കണ്ടേക്കും. രാഷ്ട്രീയ പോരിന് കാരണമായ ഭാരതാംബ വിവാദത്തിൽ അടക്കം വിട്ടുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് രാത്രി ഗവർണർ തിരുവനന്തപുരത്ത് തിരിച്ചെത്തും. കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട തന്റെ നിലപാടിൽ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന മന്ത്രിയുടെ നിർദ്ദേശം അദ്ദേഹം തള്ളി. എന്നാൽ സിൻഡിക്കേറ്റും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന നിലപാടിലാണ് ഉള്ളത്. കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടാകുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. കേരളത്തിലെ LDF UDF മുന്നണികൾ മുസ്ലിം സമുദായത്തെയാണ് സഹായിക്കുന്നതെന്നും കേരളത്തിൽ മുസ്ലിം ലീഗ് ആണ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കോട്ടയത്ത് നടന്ന SNDP യോഗത്തിന്റെ നേതൃയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. നിപ്പ രോഗബാധയെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ 15 വയസ്സുകാരി ചികിത്സയിൽ. തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പെരിന്തൽമണ്ണ സ്വദേശിയായ 15 വയസ്സുകാരിയെ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് കുട്ടിയെ മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ എത്തിച്ചത്. പരിശോധനാ ഫലം വരുന്നതിനനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കി. നൃത്താധ്യാപിക സത്യഭാമ, നർത്തകരായ RLV രാമകൃഷ്ണൻ, പത്തനംതിട്ട സ്വദേശി U. ഉല്ലാസ് എന്നിവർക്കെതിരെ നൽകിയ അപകീർത്തി കേസ് ഹൈക്കോടതി റദ്ദാക്കി. സത്യഭാമയുടെ പരാതിയിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് എടുത്ത കേസിലെ തുടർ നടപടികളാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ച് റദ്ദാക്കിയത്. രാമകൃഷ്ണന്റെയും ഉല്ലാസിന്റെയും ഹർജി അനുവദിച്ചാണ് നടപടി. തെളിവുകളുടെ അഭാവത്തിൽ ഹർജിക്കാർക്കെതിരായ കേസ് നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇടുക്കിയിൽ ശാന്തംപാറയ്ക്ക് സമീപം പേത്തൊട്ടിയിൽ ഏലമലക്കാട്ടിൽ നിന്നും നിയമം ലംഘിച്ച് വിവിധ ഇനത്തിൽപ്പെട്ട 150ലധികം മരങ്ങൾ മുറിച്ചു കടത്തി. വനം വകുപ്പ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. തമിഴ്നാട് സ്വദേശികളായ M. ബൊമ്മയ്യൻ, അയ്യപ്പൻ എന്നിവർക്ക് എതിരെ കേസെടുത്തു.
1.5 വർഷം മുമ്പ് ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ സമീപത്താണ് സംഭവം. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിക്കാൻ പോലും വനം വകുപ്പിന്റെ അനുമതി വേണം. സംഭവം വിവാദമായതോടെയാണ് വനം വകുപ്പ് കേസെടുത്തത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിന് ഇറാനടക്കമുള്ള രാജ്യങ്ങളുമായി ഇന്ത്യ ചർച്ച നടത്തുന്നു. യമനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളുമായി നയതന്ത്ര തലത്തിൽ ചർച്ച നടത്തി നിമിഷപ്രിയയുടെ മോചനത്തിൽ അനുകൂലമായ തീരുമാനത്തിന് ശ്രമിക്കുകയാണെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്നും കനത്ത മഴ. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും റെഡ് അലർട്ടായിരിക്കും. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ മഞ്ഞ അലർട്ടുമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പന്തളം KSRTCയിൽ നിലവാരമില്ലാത്ത ബ്രത്ത് അനലൈസർ ജീവനക്കാരെ കുടുക്കിയെന്ന് പരാതി. മദ്യപിച്ചോയെന്ന് അറിയാൻ നടത്തിയ പതിവ് പരിശോധനയുടെ ഭാഗമായിട്ടാണ് ജീവനക്കാരെ ഊതിച്ചത്. ജീവനക്കാരിൽ പലരും മദ്യപിച്ചെന്നാണ് ബ്രത്ത് അനലൈസറിൽ തെളിഞ്ഞത്. എന്നാൽ തങ്ങൾ മദ്യപിച്ചിട്ടില്ലെന്നും സഹപ്രവർത്തകൻ കൊണ്ടുവന്ന ചക്കപ്പഴം കഴിച്ച ശേഷമാണ് പരിശോധനയ്ക്ക് വിധേയരായതെന്നും ജീവനക്കാർ വാദിച്ചു. നല്ല മധുരമുള്ള പഴങ്ങൾ പഴക്കം മൂലം പുളിച്ചാൽ അതിൽ മദ്യത്തിന്റെ അംശം കണ്ടെത്താൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. ഇതോടെ ഡിപ്പോയിൽ താൽക്കാലികമായി ചക്കപ്പഴത്തിന് വിലക്കേർപ്പെടുത്തി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതിയിൽ മരണസംഖ്യ ഉയരുന്നു. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 110ആയി. 35 പേര് മണ്ണിടിച്ചിലിലും വെള്ളപ്പൊക്കത്തിലും കാണാതായി. 1220 കോടി രൂപയുടെ നാശനഷ്ടം സംസ്ഥാനത്ത് ഉണ്ടായതായാണ് സർക്കാർ കണക്കുകൾ. 250ലധികം റോഡുകൾ ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. മരണപ്പെടുന്ന ആളുകളുടെ ആധാർ റദ്ദാക്കുന്നതിൽ വീഴ്ചയെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ 14 വർഷത്തിനിടെ രാജ്യത്ത് 1.15 കോടി ആധാർ നമ്പറുകൾ മാത്രമാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ റദ്ദാക്കിയതെന്ന് കണക്കുകൾ. എന്നാൽ ഇതേ കാലയളവിൽ കോടിക്കണക്കിന് ആളുകൾ മരിച്ചുവെന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പാർലമെന്റ് സമ്മേളനം തിങ്കളാഴ്ച നടക്കാനിരിക്കെ ഇന്ത്യ സഖ്യം പാർട്ടികൾ ഇന്ന് യോഗം ചേരും. ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും യോഗം ബഹിഷ്കരിക്കും. കേരള പര്യടനത്തിനിടെ രാഹുൽ ഗാന്ധി RSS ബാന്ധവം ആരോപിച്ചതിൽ കടുത്ത അതൃപ്തി അറിയിച്ചെങ്കിലും CPM പങ്കെടുക്കും. പഹൽഗാം ആക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണ വിവാദം തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ ശക്തമായി ഉന്നയിക്കാനാണ് തീരുമാനം. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFEയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ഉത്തരാഖണ്ഡിൽ സർക്കാർ ഉദ്യോഗസ്ഥർ 5000 രൂപയിൽ അധികം ചെലവാക്കണമെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ അനുമതി വേണമെന്ന് ഉത്തരവ്. ജൂലൈ 14 വിചിത്രമായ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഒരു സർക്കാർ ജീവനക്കാരൻ ഒരു മാസത്തെ ശമ്പളത്തിൽ നിന്ന് 5000 രൂപയിൽ കൂടുതലുള്ള എന്തെങ്കിലും ജംഗമ വസ്തു വാങ്ങുകയോ വിൽക്കുകയോ മറ്റേതെങ്കിലും വിധത്തിൽ ഇടപാട് നടത്തുന്നതിനോ മേലുദ്യോഗസ്ഥനെ അറിയിക്കുകയും അനുമതി വാങ്ങുകയും ചെയ്യണമെന്ന് ഉത്തരവിൽ പറയുന്നു. അതേസമയം സർക്കാർ ഉത്തരവ് പരിഹാസ്യമാണെന്ന് ഉത്തരാഖണ്ഡ് SC/ST എംപ്ലോയീസ് ഫെഡറേഷൻ പ്രസിഡന്റ് കരം റാം പറഞ്ഞു. വിവാദ ഉത്തരവ് പിൻവലിക്കണമെന്നും ഭാര്യയ്ക്കോ കുട്ടികൾക്കോ വസ്ത്രം വാങ്ങാൻ പോലും മേലുദ്യോഗസ്ഥന്റെ അനുമതി വേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു. അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന അപകടത്തിൽ മരിച്ചവരുടെ ക്ഷേമത്തിനായി ടാറ്റ സൺസും ടാറ്റ ട്രസ്റ്റുകളും ചേർന്ന് 500 കോടി രൂപയുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. ടാറ്റയിലെ മുൻ ഉദ്യോഗസ്ഥനായ S. പത്മനാഭനെയും ടാറ്റ സൺസിന്റെ ജനറൽ കൗൺസിലായ സിദ്ധാർത്ഥ് ശർമ്മയെയും ട്രസ്റ്റി ബോർഡിലേക്ക് നിയമിച്ചു. 5 അംഗ ബോർഡിലേക്ക് 3 ഉദ്യോഗസ്ഥരെ കൂടി നിയമിക്കും. മരിച്ചവരുടെ ബന്ധുക്കൾക്കും ആശ്രിതർക്കും പരിക്കേറ്റവർക്കും അപകടം നേരിട്ടോ അല്ലാതെയോ ബാധിച്ചവർക്കും വേണ്ടിയാണ് ട്രസ്റ്റ് രൂപീകരിച്ചത്. അഹമ്മദാബാദ് വിമാനാപകടത്തിന് മുമ്പായി ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തത് എന്തിനെന്ന് ക്യാപ്റ്റനോട് വിമാനത്തിലെ ഫസ്റ്റ് ഓഫീസർ പലവട്ടം ചോദിച്ചെന്ന് റിപ്പോർട്ട്. വിദേശ മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടത്. അന്തിമ അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തുനിൽക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അതിനുശേഷവും വിദേശ മാധ്യമങ്ങളിൽ ഇതു സംബന്ധിച്ച കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ജൂൺ 12 നടന്ന അഹമ്മദാബാദ് വിമാന ദുരന്തമുണ്ടായത് പൈലറ്റിന്റെ പിഴവ് മൂലമാണെന്ന് റിപ്പോർട്ട് ചെയ്ത US മാധ്യമം വാൾ സ്ട്രീറ്റ് ജേർണലിനും വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനുമെതിരെ നിയമ നടപടിയുമായി പൈലറ്റുമാരുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ്. എയർ ഇന്ത്യ അപകടത്തിന് കാരണം പൈലറ്റിന്റെ പിഴവോ
കോക്പിറ്റ് ആശയക്കുഴപ്പമോ ആണെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചതിന് എതിരെയാണ് നടപടി. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ 5 ജെറ്റ് വിമാനങ്ങൾ തകർക്കപ്പെട്ടതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൗസിൽ ഏതാനും റിപ്പബ്ലിക്കൻ നിയമസഭാംഗങ്ങൾക്കൊപ്പമുള്ള അത്താഴ വിരുന്നിനിടെയായിരുന്നു ട്രംപിന്റെ പരാമർശം. എന്നാൽ തകർന്ന ജെറ്റ് വിമാനങ്ങൾ ഇന്ത്യയുടേതാണോ പാകിസ്ഥാന്റേതാണോ എന്ന് വ്യക്തമാക്കാൻ ട്രംപ് തയ്യാറായില്ല. വ്യാപാര കരാർ ഉപയോഗിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തലിനെ മധ്യസ്ഥത വഹിച്ചത് താനാണെന്ന അവകാശവാദം ട്രംപ് വീണ്ടും ഉന്നയിക്കുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 24 തവണ ഇന്ത്യക്കെതിരെ പ്രസ്താവന നടത്തിയിട്ടും മോദി മൗനത്തിലാണെന്ന് കുറ്റപ്പെടുത്തി കോൺഗ്രസ്. രാജ്യത്തിന്റെ അഭിമാനം കച്ചവടത്തിനായി അടിയറവ് വെച്ചെന്നും AICC എക്സിൽ കുറിച്ചു. പാർലമെന്റ് സമ്മേളനം ചേരാനിരിക്കെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ 5 വിമാനങ്ങൾ തകർന്നെന്നും സംഘർഷം താനാണ് നിർത്തിയതെന്നും റിപ്പബ്ലിക്കൻ MPമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ട്രംപ് വീണ്ടും അവകാശപ്പെട്ടത്. ഈ സാഹചര്യത്തിലാണ് AICCയുടെ വിമർശനം. റാവൽപിണ്ടിയിലെ ചഹാൻ അണക്കെട്ടിന് സമീപം തത്സമയ സംപ്രേഷണം നടത്തുന്നതിനിടെ അതിശക്തമായ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് ഒരു പാകിസ്ഥാൻ മാധ്യമപ്രവർത്തകൻ ഒഴുകിപ്പോയതായി റിപ്പോർട്ട്. അലി മൂസ റാസ എന്ന മാധ്യമപ്രവർത്തകരാണ് റിപ്പോർട്ടിങ്ങിനിടെ ഒലിച്ചുപോയത്. ശക്തമായ വെള്ളപ്പൊക്കത്തിൽ കഴുത്തറ്റം വെള്ളത്തിൽ നിന്നുകൊണ്ട് നടത്തിയ സാഹസിക മാധ്യമ പ്രവർത്തനത്തിനിടെയാണ് അപകടമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതിനെ തുടർന്ന് തുർക്കിക്ക് വൻ സാമ്പത്തിക നഷ്ടം. 2025 ഇതുവരെ തുർക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 85,000-ലധികം കുറവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. തുർക്കിയിലെ ടൂറിസ്റ്റ് സീസൺ ജൂൺ 1-നാണ് ആരംഭിക്കുക. തുർക്കി പത്രമായ അലന്യ പോസ്റ്റാസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.